ഹലോ, നിങ്ങൾ കാത്തിരിക്കുന്നതും അല്ലാത്തതുമായ സിനിമകളുടെ OTT അപ്ഡേറ്റുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇൻട്രോ ലാഗ് അടുപ്പിച്ച് കൊല്ലുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് പറഞ്ഞ ദിവസം നിശ്ചയിച്ച സമയത്ത് ഞാൻ അവിടെ കട്ടി താലി കെട്ടും. എന്നാ കാണാം, ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് തന്നെ കാണാം. അതെ, ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമയ്ക്ക് ശേഷം വിപിൻ ദാസിന്റെ തിരക്കഥയിൽ പുറത്തിറങ്ങിയ മറ്റൊരു സൂപ്പർ ഹിറ്റ് മലയാള ചിത്രമാണ്. ഇപ്പോ കേട്ടത് തന്നെ അത് നീ മാത്രമാകുന്നു. എനിവേ, പറഞ്ഞു വരുന്നത് ചെറിയൊരു മുതൽ മുടക്കിൽ പുറത്തിറങ്ങി വമ്പൻ ഹിറ്റായി മാറിയ ചിത്രം സെപ്റ്റംബർ 23-ാം തീയതി ഇന്ന് തിങ്കളാഴ്ച ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നിങ്ങനെ പാൻ ഇന്ത്യൻ ഭാഷകളിൽ ഈ ഒരു സിനിമ ഇപ്പോഴത്തെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അതെ, ആരുടെയോ സംവിധാനത്തിൽ മലയാളത്തിൽ ഒരുങ്ങിയ ഒരു 18+ സീരീസ് ആണ്. കാസ്റ്റിംഗ് കോള് അഡൾട്ട് വിഭാഗത്തിൽപ്പെടുന്ന ഈ ഒരു സീരീസ് നവരസായി എന്ന 18+ OTT പ്ലാറ്റ്ഫോം വഴി 22 മിനിറ്റിനടുത്ത് ദൈർഘ്യം വരുന്ന ഫയൽ ഇപ്പോഴത്തെ മലയാള ഭാഷയിൽ മാത്രം OTT ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അമ്മ സംഘടനയിൽ നടത്തുന്ന ചില മറ്റേ പ്രവർത്തനങ്ങളില്ലേ, ആ പ്രവർത്തനങ്ങൾ എന്താണോ അത് തന്നെയാണ് ഈ ഒരു സീരീസിലൂടെയും കാണിച്ചു തരുന്നത്. ശ്രീകാന്ത് മോഹന്റെ സംവിധാനത്തിൽ ഷൈജു കുറുപ്പ് പ്രധാന റോളിലെത്തി സോണി ലിവിന്റെ ബാനറിൽ മലയാളത്തിൽ ഒരുങ്ങാൻ പോകുന്ന ഒരു സീരീസ് ആണ് ജയ് മഹേന്ദ്രൻ. സോണി ലിവ് പുറത്തിറക്കാൻ പോകുന്ന ആദ്യത്തെ മലയാളം സീരീസ് കൂടിയാണിത്. അപ്പോൾ കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ ഒരു സീരീസ് അടുത്ത മാസം, അതായത് ഒക്ടോബർ 11-ാം തീയതി വെള്ളിയാഴ്ച ഈ ഒരു സീരീസ് സോണി ലിവിലൂടെ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ OTT ചെയ്യുമെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. കാത്തിരിക്കാം ചിത്രത്തിനായി. അയ്യോ സോറി, സീരീസിനായി. തെറ്റുപറ്റാത്തവരായി ആരുമില്ലല്ലോ. മലയാളത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ചുരുക്കം ചില താരങ്ങളിൽ 2 താരങ്ങളാണ് സൗബിനും നെസ്ലിനും. അത്തരത്തിൽ സൗബിൻ, നെസ്ലിൻ എന്നീ കോംബോയിൽ 2023 പുറത്തിറങ്ങിയ മലയാള ചിത്രമാണ് അയൽവാശി. ഫാമിലി എന്റർടൈൻമെന്റ് ബേസിൽ പുറത്തിറങ്ങി തിയേറ്ററുകളിൽ നിന്ന് 8 നിലയിൽ അല്ല 16 നിലയിൽ പടക്കം പൊട്ടണ പോലെ പൊട്ടിയ ഈ ഒരു ചിത്രം ഇപ്പോഴത്തെ സിംപ്ലി സൗത്ത് വഴി 4K ഡോൾബി അറ്റ്മോസ് വേർഷൻ OTT ചെയ്തിട്ടുണ്ട്. എന്തിനോ എന്തോ. ஏன் எதுக்கு